അഖിൽമാരാറ് തന്നെ സ്ത്രീ എന്ന് വിളിച്ചതിനെതിരെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ പിന്നെ റിയാസ് 2 സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. അല്ലെ, സ്റ്റോറി ഇങ്ങനെയായിരുന്നു: സ്ത്രീ എന്ന് വിളിക്കുന്നത് ഒരു ബഹുമതിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ, അതുകൊണ്ട് അതിനെക്കുറിച്ച് എനിക്ക് താല്പര്യമില്ല അതിനെക്കുറിച്ച് പറയാൻ. പിന്നെ ജനശ്രദ്ധ നഷ്ടപ്പെട്ടപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അങ്ങനെ എന്നെ പറഞ്ഞിട്ടെങ്കിലും 4 ആളെ തിരിച്ചറിയുകയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, എനിക്കിതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് റിയാസ് സലീം നമ്മുടെ അഖിൽമാരെ കുറിച്ച് പറഞ്ഞിട്ട് പോസ്റ്റ് ഇട്ടത്. പിന്നെ റിയാസിനെ ചൊറിഞ്ഞിട്ട് വേണമല്ലോ അഖിൽമാരാറിന് ഫെയിം ആവാൻ, അല്ലേ? പിന്നെ അടുത്ത പോസ്റ്റ് ഇങ്ങനെയായിരുന്നു. അടുത്ത പോസ്റ്റ് ഇങ്ങനെയാണ്. അടുത്ത പോസ്റ്റില് ഫസ്റ്റ് നമ്മുടെ ബിഗ് ബോസിനെ കുറ്റം പറയുകയും, രണ്ടാമത് ബിഗ് ബോസിൽ പോകുന്നതിനേക്കാളും നല്ലത് പിന്നെ ലുലു മാളിൽ പോയി തുണി അഴിച്ച് നിൽക്കുന്നതാണ് പറഞ്ഞിരുന്ന അഖിൽമാരാർ പിന്നെ വീണ്ടും ബിഗ് ബോസിലേക്ക് പോവുകയും അതിനുശേഷം അവിടെ മത്സരാർത്ഥികൾ നല്ലൊരു മത്സരാർത്ഥി ഇല്ലാത്തതുകൊണ്ട് സീസൺ വിന്നർ ആവുകയും ചെയ്തു. എന്നിട്ട് അടുത്ത വർഷം വീണ്ടും ബിഗ് ബോസിന് കുറ്റം പറയുകയും ചെയ്ത നിലപാടില്ലാത്ത ഒരാളാണ് അഖിൽമാരാർ. അല്ലാതെ എനിക്ക് ഇയാളെ കുറിച്ച് വേറൊന്നും പറയാനില്ല, ആ നിലപാടില്ലാത്ത വ്യക്തിയോട് എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞിട്ടാണ് രണ്ടാമതും പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതില് അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ലെന്നല്ല, ബിഗ് ബോസിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ലുലു മാളിൽ പോയി തുണി അഴിച്ച് നിൽക്കുന്നതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് വെച്ചാൽ അഖിൽമാരാറിനോട് ചോദിക്കുമ്പോൾ അഖിൽമാരാർ പറയുന്നത് അത് ഫെയിം ആകാൻ വേണ്ടി, ബിഗ് ബോസിൽ പോകാൻ വേണ്ടി ഒരുപാട് പേര് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇപ്പോൾ രേണുസുദിനെ പോലെയുള്ളവരങ്ങനെ കാണിച്ചു കൂട്ടില്ല, അതിനേക്കാളും മോശമായിട്ട് കാണിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. അവർക്കെതിരെയാണ് അഖിൽമാരാർ സംസാരിച്ചത്. അഖിൽമാരാർ ആ ഉദ്ദേശത്തോടെയാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അത് ഒന്നും അറിയില്ല, അത് അഖിൽമാരാറിന്റെ വേഷൻ. അപ്പൊ നിങ്ങൾക്ക് റിയാസ് സലീം അഖിൽമാരാറിനെ കുറിച്ച് പറഞ്ഞതിനോട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അതൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഓക്കെ, ബൈ.